ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. കുട്ടികളൊക്കെ സ്കൂളിട്ട് വരുമ്പോഴേക്കൊക്കെ ചായക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണത്. എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കണ്ട. ചിക്കൻ്റെ ഫില്ലിങ്ങൊക്കെ വരുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. നോമ്പ് തുറക്കുമ്പോഴേക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇതൊന്നൊരു പീസ് കഴിച്ചാൽ തന്നെ അത്യാവശ്യം വയറ് നിറയും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ എടുത്ത് മഞ്ഞളും ഉപ്പും കുരുമുളകൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിരുന്നു. അത് കൈവച്ച് നന്നായിട്ടൊന്ന് പിച്ചിയെടുത്തതാണ്. അത്യാവശ്യം വലുപ്പത്തിലാണ് പിച്ചിയെടുത്തിട്ടുള്ളത്, എന്നാലേ കടിക്കാൻ കിട്ടുള്ളൂ. ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് തന്നെ 2 സവാള അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കിയതിന് ശേഷം ഒരടപ്പടച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിക്കാം. മസാല കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ട്, 2 സ്നാക്കൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ അടപ്പ് തുറന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് അടിച്ചെടുത്ത് വരാം. മാവിന് ഇച്ചിരി കട്ടി തോന്നിയപ്പോൾ 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് അടിച്ചെടുക്കുന്നുണ്ട്. മാവ് ദാ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ ചെറിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായിട്ട് അത് സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാ ഭാഗത്തേക്കൊന്ന് ആക്കി കൊടുക്കാം. നമ്മൾ റെഡിയാക്കിയ മാവിൽ നിന്ന് പകുതി മാത്രം ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ അടപ്പടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അടപ്പിൽ ചെറിയൊരു ഹോളുണ്ട്, അതിൽ ഞാൻ ഗ്രാമ്പു വെച്ച് കൊടുത്തിട്ടുണ്ട്. 2-3 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അടപ്പ് തുറന്ന് നോക്കാം. മുഴുവനായിട്ടും വേവേണ്ട ആവശ്യമില്ല. മുഴുവനായിട്ട് വേവായി കഴിഞ്ഞാൽ മസാല അതിലേക്ക് പിടിക്കൂല. അരികിലൊന്ന് വേവായാൽ മതി. ഇതിൻ്റെ നടുഭാഗത്ത് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഫില്ലിങ് വേണം അതിനനുസരിച്ച് വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്, കൂട്ടിയിട്ടൊന്നുമില്ല. സ്റ്റൗവിലൊരു പഴയ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഇനി ഈ പാത്രം വെക്കുന്നത്. ഈ ഫില്ലിങ്ങിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള മാവ് ഒഴിച്ചു കൊടുക്കുക. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ പാത്രത്തിൻ്റെ അരികിലൂടെ നേരെ ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ മുകളിൽ ചിക്കൻ ഫ്രൈ ചെയ്തതും മല്ലിയിലയും കൂടി ഇട്ട് അലങ്കരിക്കാം. കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതുകൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അടപ്പടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരു പപ്പടക്കോല് വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി, വേവായിട്ടില്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം വേറൊരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. ഇത്രയും മതി. ഇതൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കൂടുതൽ സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊന്നൊരു പീസ് കഴിച്ചാൽ മതിയാവും. അത്യാവശ്യം വയറ് നിറയും. ചിക്കൻ്റെ ഫില്ലിങ്ങൊക്കെ വരുന്നതുകൊണ്ട് തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.